ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, മരിയൻ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ ധ്യാനത്തിൽ ചിന്തിച്ചു പരിശുദ്ധ മാതാവിൽ ഉണ്ടായിരുന്ന ആഴമായ വിശ്വാസ സമർപ്പണത്തെക്കുറിച്ചാണ്. അതുവഴി നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ പരിശുദ്ധ അമ്മ വഴി ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ മാതാവ് ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിന് ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് വഴി ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് ലഭിക്കുന്ന പ്രത്യേകമായ ദൈവിക ഇടപെടലുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സമൃദ്ധമാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയൻ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സകലർക്കും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥയാൽ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും പരിശുദ്ധ അമ്മ വഴി ദൈവം സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു ഉൽപ്പത്തി 39:2. ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അനുഗ്രഹം എന്താണ്? ജോസഫ് പുത്തിഫറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ, അടിമയായിട്ട് നിൽക്കുമ്പോൾ, ഉൽപ്പത്തി 39:5 വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ജോസഫിനെ ഓർത്ത് കർത്താവ് പുത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീടിനെ മാത്രമല്ല, വീട്ടിലും വയലിലുള്ള എല്ലാറ്റിൻ്റെ മേലും, വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേലും കർത്താവിന് അനുഗ്രഹം ഉണ്ടായി. കൃഷിയിടങ്ങളിലൊക്കെയും കർത്താവിന് അനുഗ്രഹം ഉണ്ടായി. ഈ വിജാതീയനായ ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചത് ജോസഫിനെ ഓർത്താണ്. പ്രിയമുള്ളവരെ, ജോസഫ് ഒരിക്കലും ജന്മപാപത്തിൽ നിന്ന് വിമുക്തനായ ഒരു വ്യക്തി ആയിരുന്നില്ല. ഒരിക്കലും ജോസഫിനോടൊരു ദൂതൻ വന്ന് പറഞ്ഞില്ല ദൈവകൃപ നിറഞ്ഞവനെ എന്ന്. എന്നാൽ ജോസഫ് ദൈവത്തിനോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ കൂടെ ദൈവം നിന്ന് പ്രവർത്തിച്ചു. എന്നാൽ മറിയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കാം. പരിശുദ്ധ മാലാഖ വന്ന് മറിയത്തോട് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. ദൈവകൃപ നിറഞ്ഞ വ്യക്തി. രണ്ടാമത്, കർത്താവ് നിന്നോട് കൂടെ, ദൈവം കൂടെയുള്ള വ്യക്തി. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയെ, ദൈവം കൂടെയുള്ളൊരു വ്യക്തിയെ നമ്മൾ കൂടെ നിർത്തിയാലോ, നമ്മുടെ വീട്ടിൽ വരാൻ അനുവദിച്ചാലോ, ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറായാലോ, ആ വ്യക്തിയിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിന് എന്ത് സ്ഥാനമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്? നമ്മുടെ കുടുംബത്തിൽ എന്ത് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്? നമുക്കറിയാം, അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ തലമുറയിലുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ കുർബാനയോ മറ്റു കൂദാശകളോ ഒന്നും ഇതുപോലെ ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പൂർവികരുടെ കയ്യിൽ, അവരുടെ അധരങ്ങളിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന. എന്ന് വെച്ചാൽ അവർ കൃഷിയിടങ്ങളിൽ ഇറങ്ങുമ്പോഴും, അവർ ജോലിക്ക് പോകുമ്പോഴും, അവർ മക്കളെ പോറ്റുമ്പോഴും അവരുടെ അധരങ്ങളിൽ ഈ പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നു. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി. അവർക്ക് അതേ അറിയുമായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ആ ജീവിതത്തിൽ, കുടുംബത്തിൽ മാതാവിനൊരു സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 38 പരിശുദ്ധ മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ ദിവസങ്ങളിൽ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ടെന്നറിയാമോ? ഒരു ഭവനത്തിലേക്കാണ്. ദൂതൻ പറഞ്ഞ ഒരു വാക്ക് മറിയത്തിന് ഹൃദയത്തിലുണ്ടായിരുന്നു. എന്താ അത്? ഇതാ നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. തൻ്റെ ഇളമയുടെ വീട്ടിലേക്ക് ആ ദിവസങ്ങളിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്ന അമ്മ. പരിശുദ്ധ മാതാവിൻ്റെ ഉദരത്തിൽ യേശു ഉണ്ട്. ആ യേശുവിനെ വഹിച്ചുകൊണ്ട് ഇതാ
തൻ്റെ ചാർച്ചക്കാരിയുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ യാത്ര ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ. ആ വീട്ടിലേക്കാണ് പോകുന്നത്. പരിശുദ്ധ മാതാവ് ആ വീട്ടിൽ പ്രവേശിച്ചു. 39, 40, 40, 42, 45 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് പരിശുദ്ധ മാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. അഭിവാദന സ്വരം എലിസബത്തിൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചുചാടി. എന്നുവെച്ചാൽ ദൈവകൃപ നിറഞ്ഞവളുടെ സ്വരം, യേശുക്രിസ്തു ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ സ്വരം എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞിലേക്ക് ദൈവം പകരുകയാണ്. വൈക്കോലിൽ തീപ്പൊരി പെട്ടെന്ന് കത്തിപ്പടരുന്നത് പോലെ കൃപ കൊണ്ട് നിറഞ്ഞ ഈ മറിയത്തിൽ നിന്ന്, ദൈവം കൂടെയുള്ള ഈ മറിയത്തിൽ നിന്ന് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ചൊരിയുകയാണ്. അടുത്ത വചനം പഠിപ്പിക്കുകയാണ്, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി തീർന്നു. ഹല്ലേലൂയ. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞിന് ആനന്ദദായകമായി മാറി. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറി. സ്നാപയോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ മാലാഖയിലൂടെ സക്കറിയായോട് ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിറയും. എൻ്റെ സഹോദരങ്ങളെ, ആ പ്രവചനം പൂർത്തിയാകുന്നത് ഇവിടെയാണ്. ദൈവത്തിൻ്റെ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്ത സമയം തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്നാപയോഹന്നാൻ കുതിച്ചുചാടുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ വചനത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നതെങ്കിൽ, മാതാവിലൂടെ മാതാവിൽ നിറഞ്ഞു നിന്ന ദൈവിക ചൈതന്യത്തിൽ നമുക്കും പങ്കാളിയാവാൻ പറ്റില്ലേ? നമ്മുടെ ഉള്ള് സന്തോഷത്താൽ തുടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവില്ലേ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നാപക യോഹന്നാനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിന്, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് ദൈവം ഉദരത്തിൽ യേശുവിനെയുമായി മറിയത്തെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. ആ ഭവനം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി വലിയ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ആ വ്യക്തികൾ ഇവിടെ ഉദരത്തിലുള്ള കുഞ്ഞും ആ കുഞ്ഞിനെ വഹിക്കുന്ന അമ്മയും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുകയാണ്. ഈ മരിയൻ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു ആധ്യാത്മിക ജീവിതമാണോ ഇന്ന് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ പ്രയാസത്തിൻ്റെ, ദുരിതത്തിൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാൽ പരിശുദ്ധ മാതാവിന് ഒരിടം നൽകി, മാതാവിനെ ആ ഭവനത്തിൽ സ്വീകരിച്ച്, മാതാവിൻ്റെ ആ ചൈതന്യത്തോട് ചേർന്നാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ, ഈ വചനപ്രകാരം കർത്താവ് പറയാണ്, നിൻ്റെ കുടുംബത്തിൽ വിജയം ഉണ്ടാവും, നിൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, നിൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോരുത്തർക്കും ലഭിക്കുന്ന ആ സംഗതികൾ നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈ ഭവനം പരിശുദ്ധ മാതാവിന് വേണ്ടി തുറന്നു കൊടുക്കുകയും പരിശുദ്ധ മാതാവ് അവിടെ പ്രവേശിക്കുകയും പരിശുദ്ധ അമ്മ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയും ചെയ്തപ്പോൾ, അഭിവാദനത്തിൻ്റെ മാതാവിൻ്റെ സ്വരം കാതുകളിൽ എത്തിയ ആ നിമിഷം തന്നെ ഉദരത്തിലെ കുഞ്ഞിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം പകർന്നു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയുന്നതിന് കാരണം. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവൾ ആരായി? പ്രവാചികയായി മാറി. എലിസബത്ത് പ്രവാചികയായി മാറുകയാണ്, പ്രവചിക്കുകയാണ്. അവൾ ഉദ്ഘോഷിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. എന്താണ് എലിസബത്ത് ഉദ്ഘോഷിച്ചത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കിവിടുന്ന്. അതെത്ര വലിയ ഭാഗ്യമാണ്! എലിസബത്ത് പറയാണ്, ഈ നിർഭാഗ്യവതിയായ എനിക്ക് കർത്താവിൻ്റെ അമ്മയുടെ അരികിൽ നിൽക്കാൻ, അമ്മയെ കാണാൻ, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഭാഗ്യം എവിടുന്ന് കിട്ടി? ഞാൻ അത്രയും ഭാഗ്യമുള്ളവളാണോ? നിറകണ്ണുകളോടെ എലിസബത്ത് ചിന്തിക്കുകയാണ്. കർത്താവിൻ്റെ അമ്മ. ഇതാരാണ് സഹോദരങ്ങളെ പറയുന്നത്? ഒരു സാധാരണ സ്ത്രീയല്ല. പരിശുദ്ധ മാതാവാ ഭവനത്തിൽ ചെന്ന്
അഭിവാദനം അർപ്പിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് പൂരിതയായി തീർന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് പറയുന്നത് എന്താ? പ്രവചനമാണ്, ദൈവത്തിൻ്റെ കാര്യമാണ്. ഈ വന്ന് നിൽക്കുന്ന ഈ 10-14 വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി ഉദരത്തിൽ യേശുക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എങ്ങനെ എലിസബത്തിന് മനസ്സിലായി? ഹല്ലേലൂയ! അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് മുൻപത് പറഞ്ഞില്ലല്ലോ. എലിസബത്ത് മറിയത്തെ കണ്ട സെക്കൻഡിൽ എലിസബത്ത് പറഞ്ഞില്ലല്ലോ, ഇതാ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു എന്ന്. മറിയം അഭിവാദനം ചെയ്ത് ചില കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി കഴിഞ്ഞ എലിസബത്താണ് പറയണത് കർത്താവിൻ്റെ അമ്മ. അപ്പം പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത് ഇത് കർത്താവിൻ്റെ അമ്മയാണെന്ന്. ഇന്ന് അനേക ആളുകൾ പറയുന്നുണ്ട് കർത്താവിന് ദൈവത്തിന് അമ്മയുണ്ടാവുമോ? ദൈവത്തിന് അമ്മയുണ്ട്. അത് പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. യേശുക്രിസ്തുവിന് സ്വന്തം ശരീരത്തിൽ 9 മാസം ഇടം നൽകിയവൾ. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് യേശുക്രിസ്തു ശരീരം സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിനൊരു ശരീരം കിട്ടിയത്. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ മാതാവ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവം തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കിവിടുന്ന് കിട്ടി. കർത്താവിൻ്റെ അമ്മ. നോക്കൂ സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ സംഭവിച്ച എന്തൊക്കെയാണ്? മാതാവിൻ്റെ സാന്നിധ്യം വഴി എലിസബത്തിൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആ കുടുംബം വലിയ ചൈതന്യമുള്ള കുടുംബമായി രൂപാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ മരിയൻ ധ്യാനത്തിൽ സംബന്ധിച്ച് മാതാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം, നമ്മുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇന്ന് മാതാവിൻ്റെ കൂടെ യാത്ര ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിക്കാൻ നമുക്ക് സമയമുണ്ടോ? പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ വലിയ ആധ്യാത്മിക ചൈതന്യം നൽകിയിരുന്ന ഒന്നായിരുന്നില്ലേ ജപമാല പ്രാർത്ഥനകൾ? നമ്മളതെല്ലാം കൈമോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് പലതിനും സമയമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്. എൻ്റെ സഹോദരങ്ങളെ, 1571 ആ നൂറ്റാണ്ടിൽ വലിയൊരു സംഭവം ലോകത്തരങ്ങേറി. തുർക്കി പട്ടാളം, എൻ്റെ സഹോദരങ്ങളെ, ലെപ്പാൻഡോ കടൽ ഇടുക്കിൽ വെച്ച് ക്രൈസ്തവ യൂറോപ്പിനെ കീഴടക്കാൻ വേണ്ടി തുർക്കി സൈന്യം ഇതാ മുൻപോട്ട് വരികയാണ്. ആ സമയത്ത് 5-ാം പിയൂസ് മാർപ്പാപ്പ ക്രൈസ്തവ യൂറോപ്പ് മുഴുവൻ പരാജയപ്പെടും, അവിടെ മുഴുവനും ചോര പുഴി ഒഴുകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കുരിശുയുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ആ കാലഘട്ടം കുരിശുയുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, 1571 ഒക്ടോബർ 8-ാം തീയതി ലെപ്പാൻഡോ കടൽ ഇടുക്കിൽ വെച്ച് ക്രിസ്ത്യാനി സൈന്യം തുർക്കി സൈന്യത്തോട് ഏറ്റുമുട്ടുകയാണ്. അതിനു മുൻപ് പാപ്പ പറഞ്ഞു, ക്രിസ്ത്യാനികളായ സകലരും ജപമാല കരങ്ങളിലേന്തി ജപമാല ചൊല്ലട്ടെ. റോമിൽ ഉണ്ടായിരുന്നവരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സന്ദേശം പാപ്പ എത്തിച്ചു. ക്രിസ്ത്യാനികൾ ഒന്നടങ്കം കണ്ണുനീരോടെ പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ച് ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. അതിൻ്റെ ഫലം എന്നാണെന്നറിയാമോ? പരിശുദ്ധ പാപ്പ റോമിൽ നിർത്താതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അനേകം വിശ്വാസികൾ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി. അതിനു മുൻപ് അനേക സ്ഥലങ്ങളിൽ വെച്ച് ഈ തുർക്കി സൈന്യം ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തി. യൂറോപ്പിലേക്കുള്ള ആ കടലിടുക്ക് ആണത്. അവിടെ വെച്ചാണ് ഈ 2 സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അവിടെ നമ്മൾ പരാജയപ്പെട്ട യൂറോപ്പ് തുർക്കി സൈന്യം കീഴടക്കും. അത് മനസ്സിലാക്കിയ പാപ്പ കുരിശുയുദ്ധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആ തുർക്കി സൈന്യത്തെ നേരിടാൻ ഏകദേശം 60,000-ഓളം ക്രൈസ്തവ പട്ടാളക്കാരെ അയക്കുകയാണ്. അവർ ഇതാ ഒരു സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ ലെപ്പാൻഡോ കടലിടുക്കിലേക്ക് യാത്രയായി. മാർപ്പാപ്പ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് വേണം യുദ്ധത്തിന് പോകാൻ. ഭൗതികമായിട്ടുള്ള സമരായുധം കയ്യിലെടുക്കുന്നതോടൊപ്പം ആത്മീയമായ ഒരു സമരായുധം നിങ്ങൾക്കുണ്ടായിരിക്കണം.
അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാല പ്രാർത്ഥനയാണ്. പരിശുദ്ധ രാജ്ഞി നമ്മളെ സഹായിക്കും. എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ആ കുടുംബത്തെ അനുഗ്രഹിച്ച മാതാവ് നമ്മളെ കൈവിടില്ല. വലിയ വിശ്വാസിയായ ആ മാർപ്പാപ്പ അതിനാഹ്വാനം നൽകി. എൻ്റെ സഹോദരങ്ങളെ, ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് ക്രൈസ്തവ സൈന്യം തുർക്കി സൈന്യത്തോട് ഏറ്റുമുട്ടി. അവർ ഭക്തിപൂർവ്വം പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ച് കണ്ണുനീരോടെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച യുദ്ധത്തിനൊരുങ്ങി. നിങ്ങൾക്കറിയാമോ, കാറ്റ് ആദ്യം പ്രതികൂലമായിരുന്നെങ്കിലും പിന്നീട് ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് വലിയ കൊടുങ്കാറ്റ് തുർക്കി സൈന്യത്തിനെതിരെ ആഞ്ഞടിക്കുകയും ആ യുദ്ധത്തിൽ ക്രൈസ്തവ പോരാളികൾ വിജയം വരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം വഴി പരിശുദ്ധ അമ്മ ക്രൈസ്തവ സൈന്യത്തോട് കൂടെ നിന്ന് ആ തുർക്കി സൈന്യത്തെ നിശേഷം പരാജയപ്പെടുത്താൻ ദൈവിക ശക്തി അയച്ചു തന്ന അമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനായിൽ കല്യാണ വിരുന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഒരു കുടുംബത്തിൽ മാതാവിന് ക്ഷണമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ വീട്ടിലുണ്ടായിരുന്നു. എലിസബത്തിൻ്റെ വീട്ടിലേക്ക് മാതാവ് ചെന്നു. ഇവിടെ ക്ഷണിച്ചിട്ട് മാതാവ് ചെന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാനായ കല്യാണ വിരുന്നിൽ അവിടെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ അപമാനത്തിന് കാരണമായൊരു സംഗതി അരങ്ങേറി. നമ്മൾ ഒരുപാട് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്കിലും ഈ മരിയൻ ധ്യാനത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം ആ കുടുംബത്തിൻ്റെ അപമാനം, ആ കുടുംബത്തിൻ്റെ വേദന, ആ കുടുംബത്തിൻ്റെ ഒരു കുറവ് സംഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ കുറവുണ്ടല്ലോ. ആ കുറവ്, ആ പോരായ്മ സംഭവിക്കുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ വാക്ക്, അതിൻ്റെ യോഹന്നാൻ 2:5 എന്താണെന്നറിയാമോ? പരിചാരകരോട് മാതാവ് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. ഇന്ന് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും മാതാവിനൊരു സ്ഥാനം കൊടുക്കുമ്പോൾ, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക, എൻ്റെ പിന്നാലെ നിങ്ങൾ വര് എന്ന് പറഞ്ഞ് തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരമ്മയല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെയോ, രക്ഷകനായ യേശു ക്രിസ്തു എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യാൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ ഇന്ന് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ മാതാവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനം നൽകി മാതാവിനോട് ചേർന്ന് വിശ്വാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമ്മയല്ല നമ്മൾ കണ്ടുമുട്ടുന്നത്. മറിച്ച് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ യേശുക്രിസ്തുവിലേക്ക് നയിക്കാൻ, യേശുക്രിസ്തുവിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്ന ഒരമ്മ. അതാണ് മാതാവിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്താൻ ക്രിസ്ത്യാനികളായ പട്ടാളക്കാരുടെ കൂടെ നിന്ന് ലെപ്പാൻഡോ കടൽ ഇടുക്കിൽ വെച്ച് തുർക്കി സൈന്യത്തെ പരാജയപ്പെടുത്താൻ കൂടെ നിന്ന പരിശുദ്ധ അമ്മ കാനാ കല്യാണ വീട്ടിൽ ഒരു കുടുംബത്തിൻ്റെ അപമാന ഭാരം നീക്കിക്കളയാൻ, ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് മാറ്റാൻ ആ കുടുംബത്തിൻ്റെ കൂടെ നിന്ന പരിശുദ്ധ അമ്മ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് വാദിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ധ്യാനത്തിൻ്റെ ഈ 3-ാം ദിനത്തിൽ നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാതാവിന് കൊടുത്തിരുന്ന സ്ഥാനം മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കണം. മാതാവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കണം. മാതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. എന്നിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് എങ്ങോട്ടാണ്? യേശുവിലേക്കാണ്. എന്നിട്ട് അമ്മ എന്താണ് പറയുന്നത്? അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യും, മറ്റൊന്നും ചെയ്യണ്ട. യേശുക്രിസ്തു പറയുന്നത്, അവനാണ് രക്ഷകൻ, അവനാണ് നിങ്ങളെ രക്ഷിക്കുന്നവൻ, അവനാണ് ദൈവം. അവൻ പറയുന്നത് മക്കളെ നിങ്ങൾ ചെയ്യുക. ഇതല്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മൾ പറയാറുള്ളൂ. അവൻ പറയുന്നത് ചെയ്യാൻ ഈ പരിചാരികരോട് മാതാവ് കൽപ്പിച്ചു. മാതാവ് പറഞ്ഞു. അമ്മയുടെ വാക്കിനെ യേശു മാനിക്കുകയാണ്. അമ്മയുടെ വാക്കിനെ യേശു മാനിക്കുകയാണ്. പിന്നെ അവിടെ ഒരു മറു ചോദ്യമില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറയുമ്പോൾ പരസ്യ ജീവിതത്തിനുള്ള നിൻ്റെ സമയമായി എന്ന് മാതാവ് പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മകനെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയിലൂടെ ഇവൻ വരാനിരിക്കുന്ന ലോകരക്ഷകനാണെന്നും ഇവനാണ് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാര ബലിയെന്നും ഇവൻ്റെ രക്തമാണ് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി തീരാൻ പോകുന്നതെന്നുള്ള
ആത്മീയ സത്യത്തെ വെളിപ്പെടുത്താനുള്ള വലിയൊരു അത്ഭുതത്തിലേക്ക് തൻ്റെ മകനെ കൈപിടിച്ച് നടത്തുന്ന ഒരമ്മ. ഹല്ലേലൂയ. ആ അത്ഭുതം വഴി ആ കുടുംബത്തിന് ആശ്വാസം, അവിടെയുള്ള വിരുന്നുകാർക്ക്, അവിടെയുള്ള സകലർക്കും ആശ്വാസം പരിശുദ്ധ അമ്മ കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ, അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത വിധം ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ, അനേകരാൽ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ജീവിതത്തിൻ്റെ പരിപരുത്തി യാഥാർത്ഥ്യങ്ങളോട് ജീവിക്കേണ്ടി വന്നപ്പോൾ, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച് ജീവിതം മടുത്തു എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ മുൻപോട്ട് നയിച്ച എത്രയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. മുൻപോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അന്ധകാരം മൂടിക്കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. മാതാവേ, പ്രകാശമായി അവിടുന്ന് ഞങ്ങളെ കൂടെ വരണം. അവിടുത്തെ പുത്രൻ പറയുന്നത് അനുസരിക്കാനോ അത് കേൾക്കാനോ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളും തിന്മകളും ചിലപ്പോൾ ഞങ്ങളെ പിടികൂടിയിട്ടുണ്ട്. അമ്മേ, പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കാൻ ഈശോയോട് പറയണം. പരിശുദ്ധ അമ്മേ, അവൻ പറയുന്നത് ചെയ്യാൻ, അവൻ പറയുന്നത് കേൾക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, തുടർന്ന് നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മ വഴി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ദൈവാത്ഭുതകരമായി ഈ ആരാധനയിൽ ഇടപെടും. എൻ്റെ സഹോദരങ്ങളെ, എലിസബത്തിൻ്റെ ഭവനത്തിലും കാനായിലെ കല്യാണ വീട്ടിലും പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം വഴി ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മൾ കേട്ടു. തുർക്കി സൈന്യത്തെ പരാജയപ്പെടുത്താൻ ക്രിസ്ത്യാനി സൈന്യത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് ഇതുപോലൊരു അത്ഭുതം ഈ ആരാധനയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഴി ചെയ്യും. വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറന്ന്, ഹൃദയങ്ങളെ തുറന്ന് പരിശുദ്ധ മാതാവിനെ ജീവിതം സമർപ്പിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാൽ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാൽ അങ്ങേക്കാരാധന. ചേർന്ന് പാടി ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ആരാധിച്ചു പാടാം. ഓശാന യേശുവേ ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ മാതാവ് യേശുവിൻ്റെ കൂടെ നമ്മുടെ ഭവനത്തിലേക്ക് വന്ന സന്തോഷത്തിൻ്റെ ദിവസമാണ്. എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച പരിശുദ്ധ മാതാവ് ആ കുടുംബത്തിലുള്ളവർക്ക് യേശുവിൻ്റെ സമാധാനത്തിലേക്ക് നയിക്കുന്ന അനുഭവം ഉണ്ടായി. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവം യേശുവുമായി വന്ന് അമ്മ നമുക്ക് നൽകും. ഈ ധ്യാനത്തിൽ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കൂടെ അമ്മയുണ്ട്. വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിലേക്ക് പരിശുദ്ധ മാതാവ് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന സമയമാണ്. ഏകാഗ്രതയോടെ പാടി ആരാധിക്കാം.
സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ സൗഖ്യമവൻ, എൻ്റെ വിടുതലവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എൻ്റെ സൗഖ്യമവൻ, എൻ്റെ വിടുതലവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. ചേർന്ന് പാടി ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ മഹനീയ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ആരാധനയിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വാസത്തോടെ ഈ ആരാധനയിൽ പങ്കുചേർന്ന് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പരിശുദ്ധ അമ്മ വഴി യേശുവിന് സമർപ്പിച്ച് നീ കർത്താവിനെ ആരാധിച്ചാൽ ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ ദർശിക്കുന്ന സമയമാണിത്. നീ മാത്രമല്ല, അനേകർ നമ്മളിലൂടെ ദൈവമഹത്വം ദർശിക്കാൻ ഇടവരും. നമുക്ക് ചേർന്ന് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. മാലാഖമാർ പാടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ അവനാരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ അവനാരാധന. ഹോശാന മനസ്സ് തുറന്ന് പാടി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് പാടി ഹോശാന ഹല്ലേലൂയ. ആരാധിക്കുന്നു. ഹോശാന ഹല്ലേലൂയ, യേശുവേ, ഹോശാന ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹോശാന കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ കർത്താവേ. ഹോശാന ആരാധനാ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവിക പ്രകാശം നിറയട്ടെ. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ നിയോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവ് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവരെ അഭിവാദനം ചെയ്തപ്പോൾ ആ വ്യക്തികൾ, ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞും അമ്മയും ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞതുപോലെ ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം വഴി പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹം മൂലം ശക്തമായ അഭിഷേകം പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സമയമാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം കണ്ണുകളടച്ച് 2 കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്ത് ഉദ്ഘോഷിച്ചു,
എലിസബത്ത് ഉദ്ഘോഷിച്ചു. എലിസബത്ത് ഇങ്ങനെ പറഞ്ഞു, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. ആ ഭാഗ്യത്തിനുടമയാണ് പരിശുദ്ധ അമ്മ. നമ്മളും അതേ ഭാഗ്യമുള്ളവരായി മാറണം. എപ്പോഴാണത്? കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ ഹിതത്തിന് നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളും ഭാഗ്യമുള്ളവരായിത്തീരും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളൊന്നും വൃഥാവിലാവില്ല. കർത്താവിൻ്റെ വചനങ്ങളൊന്നും വൃഥാവിലാവില്ല. അത് ഫലം ചൂടാതെ പോവില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്ന സമയമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതിയായി മറിയം മാറിയതുപോലെ ഇതാ തൻ്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ്. യേശുക്രിസ്തുവിന് ഉദരത്തിൽ വഹിക്കാൻ പറ്റിയതുകൊണ്ടും യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ പറ്റിയതുകൊണ്ടുമാണ് അവൾ ഭാഗ്യമുള്ളവളായിത്തീർന്നത്. നമ്മളും ഭാഗ്യമുള്ളവരായിത്തീരുന്നത് എപ്പോഴാണ്? യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ നാഥകനും കർത്താവും രക്ഷകനുമായി ആരാധിച്ചു വണങ്ങുമ്പോൾ ഇതേ ഭാഗ്യപ്പെട്ടവരായി നമ്മൾ മാറുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ഭാഗ്യപ്പെട്ട ജനതയായി നമ്മൾ മാറാൻ, ആ ഭാഗ്യമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറാൻ, ആ ഭാഗ്യമുള്ള വ്യക്തിയായി ഞാനും നിങ്ങൾ രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി പരിശുദ്ധ മാതാവ് വഴി മാതാവിനോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ അല്പനേരം ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധന സംബന്ധിക്കുന്ന സകല ദൈവമക്കളും കർത്താവിനെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടാൻ പരിശുദ്ധ ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയട്ടെ. മാതാവ് എലിസബത്തിന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ആ കുടുംബത്തിൽ സമാധാനം അലതല്ലി, ആ കുടുംബത്തിൽ സന്തോഷം കരകവിഞ്ഞൊഴുകി, ആ കുടുംബത്തിൽ വലിയ രക്ഷാകര അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഇപ്പോൾ കർത്താവ് തരുന്ന സമയമാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ഓരോരുത്തരും സ്തുതിക്കുക, പരിശുദ്ധാത്മാഭിഷേകത്തിനായി ആഗ്രഹിക്കുക, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി സ്തുതിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ ദൈവമില്ലാതെ, പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യമില്ലാതെ ഇത് നമ്മുടെ കുടുംബ ജീവിതം ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ പോകുന്നത്. അന്ധകാരത്തിൽ നിബിഡമായി കിടക്കുകയാണോ എങ്കിൽ ഇതാ പ്രകാശമായ കർത്താവ് നമ്മുടെ ജീവിതത്തെ അഴിച്ചുവിടുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. മനസ്സ് തുറന്ന് സ്തുതിക്കാമോ? സങ്കീർത്തനം 34:5. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി തീർന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ ആരാധിക്കുന്നവർ പ്രകാശത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. ഓ ക്രിസ്തുവിന്റെ ചൈതന്യം അവന്റെ മേൽ വ്യാപരിക്കും. അത്യുന്നതന്റെ ശക്തി അവരുടെ മേൽ വരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, ദൈവസ്നേഹത്തിന്റെ നിറവാൽ അവരുടെ ഈ ലോക ജീവിതം സമാധാനപൂർണ്ണമായി തീരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ കർത്താവേ, ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഈ ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസത്തിൽ പങ്കുചേർന്ന് ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ. പരിശുദ്ധ മാതാവേ, കാനായിലെ ആ കല്യാണ വീട്ടിൽ അമ്മ ഇടപെട്ടതുപോലെ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അവസ്ഥയിൽ ഇടപെടണമേ, ഈ വ്യക്തികളുടെ അവസ്ഥയിൽ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച്, അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, എലിസബത്തിന്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ വഴി ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണല്ലോ. കർത്താവ് എത്രമാത്രം കൃപയാണ് അവിടെ ഒഴുക്കിയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമല്ലേ അവിടേക്ക് ഒഴുകിയത്. ഉദരത്തിൽ വെച്ച് തന്നെ സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞത് പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം വഴിയല്ലേ. എലിസബത്ത് പ്രവാചികയായി മാറിയത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി ദൈവത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ടപ്പോഴല്ലേ. ഓ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ എലിസബത്ത് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിന് തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജീവിതത്തിൽ അനുഗ്രഹീതയായി മാറുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവ് എന്താണ് ചെയ്തത്? തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു, വിട്ടുകൊടുത്തു. അപ്പോൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാതാവിനെ ദൈവം ഉയർത്തി. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പറയുമാറ് അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ആ ജീവിതത്തിൽ ദൈവം ചെയ്തു. മറിയം ചെന്ന ആ കുടുംബത്തിലും അതേപോലത്തെ ദൈവിക ഇടപെടൽ ഉണ്ടായി.
ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2 വാക്യം, കർത്താവിൻ്റെ കൂടെ, ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 39:2, ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോസഫ് ചെന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം കൂടെ നിന്ന് അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഉൽപ്പത്തി 39:5 കർത്താവിൻ്റെ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കർത്താവ് ജോസഫ് നിന്ന ആ വീടിനെ അനുഗ്രഹിക്കുകയാണ്. വീടിനെ മാത്രമല്ല, ആ വീട്ടിലുള്ള വയല്, കൃഷി, എല്ലാറ്റിൻ്റെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി ജോസഫിനെ ഓർത്ത്. അങ്ങനെയാണെങ്കിൽ ജോസഫിനേക്കാൾ എത്രയോ ശ്രേഷ്ഠയാണ് കന്യകാമറിയം. ദൈവം 9 മാസം ജീവിച്ച സ്ഥലമല്ലേ ആ ഉദരം? ദൈവത്തെ പാലൂട്ടിയ പയോധരങ്ങളല്ലേ അവൾക്കുണ്ടായിരുന്നത്? ദൈവത്തെ കയ്യിലെടുത്ത കരങ്ങളായിരുന്നില്ലേ അത്? ദൈവത്തെ ഓമനിച്ച മടിയായിരുന്നില്ലേ അത്? ജോസഫിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ആ വ്യക്തി. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം വഴി ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കാതിരിക്കുമോ? നമ്മുടെ സഭ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുമോ? നമ്മുടെ കുടുംബത്തിൽ ഇന്ന് മാതാവിന് സ്ഥാനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാതാവിന് സ്ഥാനമുണ്ടോ? അതോ ഒരു മുട്ടത്തോട് മാത്രം കോഴിക്കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ മുട്ടത്തോടിന് പ്രാധാന്യമില്ലാത്തതുപോലെ അമ്മയെ വീട്ടിൽ നിന്ന് പടിയിറക്കിയ വ്യക്തിയാണോ ഞാനും നിങ്ങളും? ഈ ദിവികാരുണ്യനാഥന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക മകനെ, മകളെ. പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ച നിന്റെ നാളുകൾ വേദനയുടെയും പരാജയത്തിൻ്റെയും തകർച്ചയുടെയും നാളുകളായിരുന്നില്ലേ? എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ ദിവ്യയിലേക്ക് പോയപ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സന്ധ്യപ്രാർത്ഥന നടത്തിയപ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്റെ വിശ്വാസ ജീവിതം നയിച്ചപ്പോൾ അവിടെ ഒരു ആനന്ദമുണ്ടായിരുന്നു, അവിടെ ഒരു സൗഭാഗ്യമുണ്ടായിരുന്നു. അവിടുത്തെ കുറവുകൾ പരിശുദ്ധ അമ്മ നികത്തി തന്നത് നീ അറിഞ്ഞിട്ടില്ലെങ്കിലും അതായിരുന്നു സത്യം, അതായിരുന്നു സത്യം. എൻ്റെ മകനെ, എൻ്റെ മകളെ, ഈ ആരാധനയിൽ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ തിരഞ്ഞെടുത്തവളെ, നീ വിശുദ്ധീകരിച്ചവളെ, നീ കൃപ കൊണ്ട് നിറച്ചവളെ, നീ അയച്ച അനേകരെ അനുഗ്രഹിക്കാൻ വേണ്ടി അയച്ചവളെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. മാതാവേ, പരിശുദ്ധ അമ്മേ, ഇപ്പോഴെൻ്റെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി ഈശോട് പ്രാർത്ഥിക്കണമേ. എനിക്ക് നഷ്ടപ്പെട്ട ചൈതന്യം, എനിക്ക് നഷ്ടപ്പെട്ട തീഷ്ണത, വിശ്വാസ ചൈതന്യം വീണ്ടും ലഭിക്കാൻ കാനായിൽ കല്യാണ വീട്ടിൽ അമ്മ ചെന്ന് ആ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തി ആ വീട്ടിൽ ഒരു കുറവ് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞതുപോലെ ഈ പാപിയായ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ, എൻ്റെ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥകൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഇപ്പോൾ ഈശോട് പറയണമേ, ഇപ്പോൾ ഈശോട് പറയണമേ. പ്രിയപ്പെട്ടവരെ, ഇതാ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, ഇതാ ദൈവമാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് പരിശുദ്ധ അമ്മ പോയ വീടുകളെ മനസ്സിലോർത്ത്, അവിടെ നടന്ന അത്ഭുതങ്ങളെ മനസ്സിലോർത്ത്, അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലോർത്ത് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇതാ നമ്മുടെ കൂടെ. സന്തോഷത്തിൻ്റെ കണ്ണുനീരൊഴുക്കി നമുക്ക് മാതാവിനോട് ചേർന്ന് ആരാധിക്കാം. മരിയേ അമല മനോജ്ഞേ, പാപികൾക്കാശ്രയമേ. മരിയേ അമല മനോജ്ഞേ, പാപികൾക്കാശ്രയമേ. കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയാ. കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയാ. ആവേ മരിയ, 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 ആവേ മരിയ. പരിശുദ്ധ മാതാവേ, എത്രയോ ഭക്തിയോടെയാണ് ഞാനെൻ്റെ ചെറുപ്പത്തിൽ മാതാവിനോട് ചേർന്ന് ജീവിച്ചത്. ഇന്ന് പ്രായപൂർത്തിയായപ്പോൾ എല്ലാം കൈമോശം വന്നുപോയി. ഇന്ന് തീഷ്ണത മങ്ങിപ്പോയി, വിശ്വാസത്തിന് മങ്ങലേറ്റു. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള
സുന്ദരമായ ജീവിതം ഞാൻ കൈവിട്ട് കളഞ്ഞു. മാതാവേ, ഒരിക്കൽ കൂടെ എനിക്ക് വേണ്ടി ഈശോട് പറയണമേ. എൻ്റെ ഉള്ളിൽ വീഞ്ഞ് തീർന്നുപോയി, സ്നേഹത്തിൻ്റെ വീഞ്ഞ് തീർന്നുപോയി, ഔദാര്യത്തിൻ്റെ വീഞ്ഞ് തീർന്നുപോയി, കാരുണ്യത്തിൻ്റെ വീഞ്ഞ് തീർന്നുപോയി. അമല മനോഹരിയായ അമ്മേ, അവിടുന്ന് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. കാനായിൽ കല്യാണ വീട്ടിൽ ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കിക്കളയാൻ അമ്മ ഇടപെട്ടതുപോലെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ, ഈ തകർച്ചയിൽ, ഈ പരാജയ ഭീതിയിൽ, ഈ നഷ്ടബോധത്തിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടാകാൻ അമ്മ ഇടപെടണമേ. അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മേ, ആദിമാതാവിൻ പാപപ്പിഴയാൽ ആത്മാവിൽ മുറിവേറ്റമർത്തിയ ആദിമാതാവിൻ പാപപ്പിഴയാൽ ആത്മാവിൽ മുറിവേറ്റമർത്തിയ നസ്രത്തിലേതിൻ സമ്മതമൊഴിയാൽ നഷ്ടസ്വർഗം വീണ്ടെടുത്തു. മാതാവേ, നസ്രത്തിലേതിൻ സമ്മതമൊഴിയാൽ നഷ്ടസ്വർഗം വീണ്ടെടുത്തു. കൃപയാൽ നിത്യജീവൻ സ്വന്തമാക്കി മരിയേ അമല മനോജ്ഞേ, പാപികൾക്കാശ്രയമേ, കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയാ. ആവേ മരിയ, ചേർന്ന് പാടി ആവേ മരിയ, ആരാധിക്കുക. ആവേ മരിയ, ആവേ മരിയ, സ്നേഹത്തോടെ പാടിക്കുക. ആവേ മരിയ, പരിശുദ്ധ അമ്മേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരാധനയുടെ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതം പരിശുദ്ധ മാതാവിന് സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പരിശുദ്ധ മാതാവിനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പ്രധാന വ്യക്തിയായി പരിശുദ്ധ അമ്മയെ ക്ഷണിക്കാം. കാനായിൽ കല്യാണ വീട്ടിൽ അമ്മയെ ക്ഷണിച്ചതുകൊണ്ടല്ലേ അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മാതാവിനെ ക്ഷണിക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് മാതാവിനെ ക്ഷണിക്കാം. ആവേ മരിയ, ആവേ മരിയ ഈരടി പാടി പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ചേർന്ന് പാടി ആവേ മരിയ, മാതാവേ, ആവേ ഞങ്ങൾക്ക് വേണ്ടി മരിയ, ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആവേ മരിയ, ദുരിതങ്ങളിൽ ആശ്വാസം നൽകണമേ. ആവേ മരിയ, ആവേ കഷ്ടതകളിൽ കൂടെ നിൽക്കണമേ. കുടുംബത്തിലെ ശൂന്യതകളിൽ നിറമുണ്ടാകാൻ പരിശുദ്ധ അമ്മേ ഈശോയോട് പറയണമേ. പ്രാർത്ഥിച്ച മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ മാതാവിന്റെ മാധ്യസ്ഥതയാൽ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിറയട്ടെ. യേശുവേ സ്തോത്രം. ആവേ മരിയ, ആവേ മരിയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ നമുക്ക് സജ്ജമാക്കാം. ദൈവമേ, അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ, അവിടുന്ന് കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ ആശീർവാദ സമയത്ത് നഷ്ടപ്പെട്ടു പോയ ദൈവീക പ്രസാദവരങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ശിരസ്സു നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ പ്രാപിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.